യേശു പലയിടത്തും പറഞ്ഞു കരയേണ്ട. യേശു കരയേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ ആ വിഷയത്തിൽ ഒരിക്കലും കരയേണ്ടി വരില്ല എന്നാണ്. ആ നൈനിലെ വിധവയോട് കർത്താവ് പറഞ്ഞു, മറ്റു പലയിടത്തും യേശു പറഞ്ഞു കരയേണ്ട. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നീട് ആ വിഷയത്തിന് ഒരു പരിഹാരമാണ്. നൈനിലെ വിധവ, അവൾക്ക് ഏക സ്വപ്നമായിരുന്നു ഈ മോൻ, യൗവനക്കാരൻ. അവൻ മരിച്ചു. അവൾക്ക് കരയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ കൂടെ വരുന്ന എല്ലാവരും തന്നെ പറഞ്ഞു കരയേണ്ട, ആശ്വസിക്കുക. മനുഷ്യനെ ആശ്വസിപ്പിച്ചാൽ അതിനൊക്കെ ഒരു പരിധിയും പരിമിതികളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവം ഒരാളെ ആശ്വസിപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം, അതിന് മറുപടി ഉറപ്പാണ്. കരയേണ്ട എന്ന് യേശു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി ചിരിയാണ്. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടച്ചിട്ട് പിന്നെ ആ വിലാപത്തെ കർത്താവ് നൃത്തമാക്കി മാറ്റുകയാണ്. മാറത്തടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന സ്ത്രീ, മരിച്ചു കിടക്കുന്ന ശവമഞ്ചത്തിൻ്റെ ഒപ്പം നടക്കുന്ന സ്ത്രീ തിരിച്ചങ്ങോട്ട് പോയത്, തിരിച്ച് ശവമഞ്ചമില്ല, നിലാവിളിയോടെ കടന്നു വന്ന വലിയ പുരുഷാരം തിരിച്ചു പോയത് നൃത്തത്തോടെ, ആഘോഷത്തോടെയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവം. ദൈവത്തിന് മാത്രം കഴിയുന്നൊരു കാര്യമാണ് എത്ര വലിയ വിലാപങ്ങളെയും കർത്താവിന് നൃത്തമാക്കാൻ കഴിയും. ഇന്ന് വിലപിക്കുന്നവർ അറിയണം, നിങ്ങളുടെ വിലാപത്തെ കർത്താവിനെ ആഘോഷമാക്കാൻ കഴിയും. യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്കത് പ്രാപിക്കാൻ കഴിയും. ഞങ്ങളെല്ലാം വീടുകളെല്ലാം നിലവിളികൾ മാത്രമുണ്ടായിരുന്ന വീടാണ്. എന്നാൽ യേശുവിലോട്ട് വന്നപ്പോൾ ആ കരച്ചിലുകൾ മാറി. എന്തിൽ കരഞ്ഞു ആ വിഷയത്തിലൊക്കെ നൃത്തം ചെയ്യാൻ, സാക്ഷ്യം പറയുവാൻ, സ്തുതിക്കാൻ കർത്താവിടയാക്കി. കർത്താവിൽ ആശ്രയിക്കാം. യേശുവിനെ, നമ്മെ, നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുന്നു യേശുവിനെ ചേർന്ന് പാടി ആരാധിക്കാം. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു വിടുതൽ നൽകും നാമമേ, യേശു സൗഖ്യം നൽകും നാമമേ, യേശു പാപം മായ്ക്കും നാമമേ, യേശു ജീവനേകും നാമമേ. യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ,
യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. യേശു ഉന്നതമാം നാമമേ, യേശു വിജയമേകും നാമമേ, യേശു ശക്തി നൽകും നാമമേ, യേശു ഞാൻ വഹിക്കും നാമമേ. യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. സ്വർഗ ഇടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ, സ്വർഗ ഇടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് 11-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരുന്നു. ഇന്നലെ നമ്മൾ 45-46 വാക്യങ്ങൾ വായിച്ചു. അതായത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായിട്ട് രണ്ട് വിഭാഗമായിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ തിരിയുന്നത്. മറിയയുടെ അടുക്കൽ വന്നവർ യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട്, ലാസർ പുറത്തു വരുന്നത് കണ്ട്, യേശു അവിടെ ചില വാക്കുകൾ പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും. എന്നാൽ ഒരു കൂട്ടർ വിശ്വസിച്ചില്ല. അവർ പരീശന്മാരോട് അത് നെഗറ്റീവായിട്ട് പോയി പറഞ്ഞു. അപ്പോൾ എവിടെയും ഇങ്ങനെയുണ്ടാകും. ഏത് കാര്യത്തിനും നെഗറ്റീവ് കാണുന്നവനെല്ലാം നെഗറ്റീവാണ്, മഞ്ഞപ്പിത്തമുള്ളവനെല്ലാം മഞ്ഞയായിട്ട് തോന്നുമെന്ന് പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് കാണുന്നവർക്ക് എല്ലാം നെഗറ്റീവാണ്. അതുകൊണ്ട് അതിനെ കണ്ട് നമ്മൾ തളരരുത്. യേശുവിനെ അറിയാം, ഒരു നല്ല പങ്ക് എതിരായിട്ട് തിരിയും, എന്നാൽ ഒരു നല്ല പങ്ക് യേശുവിലേക്ക് തിരിയാനും ഇടയായി തീർന്നു. അപ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞവര് പോയി പരീശന്മാരോട് പോയി പറഞ്ഞു, ഇതുപോലെ യേശു മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. ഇവർ ഞെട്ടിപ്പോയി. എന്നാൽ ഇവർ സ്തുതിക്കേണ്ടവരല്ലേ? ഇവരെന്ത് ചെയ്തു? 47-ാം വാക്യം, മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്തു ചെയ്യണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ എന്ന് അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. എന്നാൽ വാസ്തവത്തിൽ ഇവർ, ഈ മഹാപുരോഹിതന്മാർ വാസ്തവത്തിൽ ക്രൈസ്തലോട് പറയണം, മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റോ? ഇവർക്ക് അതിനകത്തൊരു വികാരമേ തോന്നുന്നില്ല. മരിച്ച് നാറ്റം വെച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റോ? അവർ തമ്മിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം. നമ്മൾ എത്ര വർഷമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, നമ്മളും ഇങ്ങനെ ഒരു അത്ഭുതം പോലും കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഇവന്മാർക്ക് ഇങ്ങനെ ചിന്ത വരുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ കണ്ണുകൊണ്ട് കാണും ഗ്രഹിക്കുകയില്ല, ചെവി കൊണ്ട് കേൾക്കും ഗ്രഹിക്കുകയില്ല. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങളെ ഹൃദയം തടിച്ചിരിക്കുന്നു എന്ന് യെശയ്യാവ് പറഞ്ഞത് യേശു എടുത്തു പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ പൗലോസും അത് തന്നെ പറയുന്നു. നിങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും, നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം നിങ്ങൾക്ക് സൗഖ്യം കിട്ടരുത്. നിങ്ങളുടെ ജീവിതം അതാണ്. ഇതെന്തൊരു അപകടകരമായ ഒരു ജീവിതമാണ്. അതായത് മഹാപുരോഹിതൻ യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ട, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കേണ്ട മഹാപുരോഹിതന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പല വിശ്വാസികളുടെ അപകടം ഇതാണ്. ദൈവത്തിൻ്റെ കൂടെയാണോ? പിന്നെ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ. ബൈബിൾ കാണാതെ അറിയാം. പ്രാർത്ഥനയോ? എപ്പോഴും പ്രാർത്ഥന തന്നെ. ദേവാലയമോ? ദേവാലയത്തിൽ അവർ വീട്ടിൽ പോലും പോകാറില്ല, ഫുൾ ടൈം ദേവാലയത്തിലാണ്. എന്നിട്ടും ദേവാലയത്തേക്കാൾ വലിയവനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവം വിശുദ്ധീകരിച്ച് ഈ ലോകത്തിലേക്ക് വിട്ടവനെ അറിയുന്നില്ല. ബൈബിള് തുറന്നു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ബൈബിളൊന്ന് അടയ്ക്കെങ്കിലും ചെയ്യും. ഇവർ ബൈബിള് പോലും അടക്കാറില്ല, ദേവാലയവും അടക്കാറില്ല. എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ.
എന്നിട്ടും ദൈവത്തിൻ്റെ പ്ലാനുകൾ അറിയുന്നില്ല. എന്തു വലിയ അപകടമാണ്. നമുക്കാർക്കും ഈ ഗതികേട് വരരുതേ. മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും വന്ന ഈ ഗതികേട് ഒരാൾക്കും വരരുത്. ഇതിങ്ങനെ വരുന്നതിൻ്റെ പേരാണ് പാരമ്പര്യം. ചിലയിടത്ത് ചില സഭകൾ ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ ആരംഭിച്ച വ്യക്തികൾ മരിച്ചു, അന്ന് ഉണ്ടായിരുന്നവരും തീർന്നു. അടുത്ത ജനറേഷൻ എഴുന്നേക്കും. ആദ്യം തുടങ്ങിയവർ എന്താണ് ചെയ്തത് അതിങ്ങനെ ഓർഡറായിട്ട്, വസ്ത്രധാരണം എങ്ങനെയാണ്, വേഷഭൂഷാദികൾ എങ്ങനെയാണ്, അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യം. നിങ്ങൾ ഫ്രഷ് ആയിരിക്കണം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും പ്രാപിക്കേണ്ടത്. വസ്ത്രധാരണവും ജീവിതശൈലി എല്ലാം ബൈബിളിൽ നിന്ന് നമുക്ക് പ്രാപിക്കാൻ കഴിയും. ബൈബിളിന് ഒരു കൾച്ചറുണ്ട്, വിശുദ്ധ ജീവിതത്തിനൊരു കൾച്ചറുണ്ട്. അത് ഒരു ഉപദേശമല്ല, അത് വായിക്കുന്ന വ്യക്തിക്ക് ദൈവം തരുന്ന വെളിപ്പാടാണ്. ആ വെളിപ്പാടുകൾ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്. ദാനിയേലിനോട് പ്രത്യേകിച്ച് വല്ലതും പറയണോ? രാജാവിൻ്റെ കൊട്ടാരത്തിൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഫുഡാണ് ഇവർക്ക് കഴിക്കാൻ കിട്ടുന്നത്. അത് വേണ്ടെന്ന് വെച്ചത്. എന്താ രാജകൊട്ടാരത്തിലെ ഫുഡ്? ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞു കേട്ടു, അദ്ദേഹം ഒരു രാജകൊട്ടാരത്തിലെ ജോലിക്കാരനായിട്ട് സംസാരിച്ചപ്പോൾ, രാജകൊട്ടാരത്തിലെ ഷെഫാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞത്, രാജാവ് വരുമ്പോൾ, ഈ ഗൾഫ് രാജ്യത്ത് എവിടെയോ രാജാവ് വരുമ്പോൾ ആയിരക്കണക്കിന് വിഭവങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആ രാജാവ് വന്നിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് അവിടുന്ന് 2-3 സംഭവം എടുത്ത് വായിൽ വെച്ചിട്ട് അദ്ദേഹം അവിടെ പോകും. അത്രേ കഴിക്കുകയുള്ളൂ രാജാവ്. എന്നാൽ ഉണ്ടാക്കി വെക്കുന്നതോ ആയിരക്കണക്കിന് വിഭവങ്ങളാണ്. ചിലപ്പോൾ രാജാവ് മുന്നോട്ട് വരും, അല്ലെങ്കിൽ റൈറ്റിലോട്ട് തിരിയും. ഏത് ദിക്കിലോട്ട് തിരിഞ്ഞ് ആദ്യം കാണുന്ന ഇഷ്ടപ്പെട്ട എടുത്ത് വായിൽ വെച്ചിട്ട് പോകും. അത് മൊത്തം കിടന്ന് കറങ്ങി നോക്കാനൊന്നും രാജാവിന് നേരമില്ല. രാജാവ് വരും, 1-2 സാധനം അകത്താക്കും, സ്ഥലം വിടും. നെബൂഖദ്നേസർ രാജാവിൻ്റെ കൊട്ടാരത്തിലെ വിഭവങ്ങൾ ഇത്രയാണ്. അവിടെ ഇല്ലാത്തൊന്നുമില്ല. ചില്ലി ചിക്കൻ, കരിമീൻ, പൊള്ളിച്ചത്, പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പേരൊക്കെ നമുക്ക് പറഞ്ഞാൽ തീരൂല, അത്രയും സാധനമുണ്ട്. ഇതെല്ലാം നമുക്കറിയാം. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നാൽ അവിടുത്തെ ഭക്ഷണ രീതി കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിനേക്കാളൊക്കെ 1000 മടങ്ങാണ് രാജകൊട്ടാരത്തിൽ. ഇത് കിട്ടിയ ഒരു ദാനിയേൽ പറയുകയാണ്, ഞങ്ങൾക്ക് 3 വർഷത്തേക്ക് പച്ചവെള്ളവും കുറച്ച് ചോറും പരിപ്പും മതി. ശാഖപദാർത്ഥം അതിനെ പറയുന്ന കഞ്ഞിയും പയറും, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കഞ്ഞിയും പയറും പച്ചവെള്ളവും. അവിടെ കുടിക്കാൻ വീഞ്ഞാണ് വേണ്ട. ഇത് ഇവരോട് ആര് പറഞ്ഞു? അവരുടെ അകത്ത് അതൊരു വെളിപ്പാടായിട്ട് കിട്ടിയത് കൊണ്ടാണ് അവരങ്ങനെ എടുത്തത്. അതുകൊണ്ട് അവർക്ക് ക്ഷീണമൊന്നും ഉണ്ടായില്ല. അവർ മറ്റുള്ളവരെക്കാൾ അഴകുള്ളവരും ശോഭയുള്ളവരും ഹെൽത്ത് ഉള്ളവരുമായിട്ട് മാറി. വെളിപ്പാടായിട്ട് കിട്ടണം. ഇത് ആരോ എഴുതി വെച്ചൊരു കാര്യം, ആരോ ചെയ്ത കാര്യം ഒരാൾ ചെയ്യും, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മളും അങ്ങനെയാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ വ്യായാമം ചെയ്യാൻ തുടങ്ങി. വ്യായാമം ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ കാണുന്നവരോടല്ല, വ്യായാമം ചെയ്യുന്നുണ്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദേവദാസനോട് ഞാൻ പറഞ്ഞു, വ്യായാമത്തെക്കുറിച്ച് കാണുമ്പോൾ പറയും. പിന്നീട് ഞാൻ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ അവർ പറയാണ്, ഈ പ്രാവശ്യം പാസ്റ്റർ വ്യായാമത്തെക്കുറിച്ച് പറയുന്നില്ല, ഞങ്ങൾക്കറിയാം പാസ്റ്റർ വ്യായാമം ചെയ്യൽ നിർത്തിയത്. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇത് നമ്മുടെ ഒരു ജീവിത ശൈലിയാണ്. നമ്മളെന്ത് ചെയ്യുന്നു അത് ഇത് ഇങ്ങനത്തെ ഒരു നിർബന്ധ ബുദ്ധി മനുഷ്യ സഹജമാണ്. ഇങ്ങനെ ഉണ്ടായതാണ് പാരമ്പര്യം. ഒരാളെന്തെങ്കിലും ഒരു സിസ്റ്റം തുടങ്ങിയ എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കും. എന്നാൽ ബൈബിളിനെ നമുക്ക് വിശ്വസിക്കണം.
ബൈബിൾ പ്രകാരം മുന്നോട്ട് പോകണം. ഈ പുരോഹിതന്മാർ ഇത് കേട്ടിട്ട് വിശ്വസിച്ചില്ല. അതാണ് നമ്മൾ കണ്ടത്. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നു. അയ്യോ, മശിഹയാണെന്ന് പറയുന്നില്ല. ഈ മനുഷ്യൻ, ഒരു മനുഷ്യൻ എങ്ങനെ ഇത്രയും വലിയ അടയാളം ചെയ്യും? ലോകമുണ്ടായിട്ട് ഇത്രയും കാലം നടക്കാത്ത കാര്യമാണ് നടക്കുന്നത്. കുരുട്ട് കണ്ണ് തുറക്കുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, തളർവാദ രോഗികൾ എഴുന്നേൽക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, തൊടുന്നവരെല്ലാം സൗഖ്യമാകുന്നു, ജനങ്ങൾക്ക് പാപമോചനമുണ്ടാകുന്നു, അല്ലെങ്കിൽ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ വീണ്ടും തെറ്റിലേക്ക് പോകുന്നില്ല. യേശുവിനെ അനുഗമിക്കുന്നവരാരും ജയിലിലോട്ട് പോകുന്നില്ല. സമൂഹത്തിന് തലവേദനയല്ല. ഇത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കില്ലേ? ഇതാണ് ഇരുളിൻ്റെ പ്രവൃത്തി. പിശാച് ഒരാളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങിയാൽ അവൻ കേട്ട വചനം പോലും എതിരായിട്ട് അവന് തിരിയും. നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമുക്കിത് കേട്ടപ്പോൾ തന്നെ രക്ഷിക്കപ്പെടാനുള്ള ഒരു ആവേശമുണ്ടായി. വചനം കേട്ടപ്പോൾ വീണ്ടും വായിക്കാനും സത്യം തിരിച്ചറിയാനുള്ള ഒരു കൃപയുണ്ടായി. ആ ഷണ്ണൻ പോലും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എന്നാൽ ഫിലിപ്പോസിനോട് പറഞ്ഞു, ഒരാൾ പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ മനസ്സിലാകും? പൊരുൾ തിരിച്ചു കിട്ടാൻ, പൊരുൾ തിരിച്ചു കൊടുക്കുന്ന ആൾക്കാരെ ഇവര് സമൂഹത്തിന് നെഗറ്റീവായിട്ടാണ് തിരിച്ചു കൊടുക്കുന്നതെല്ലാം. യേശു ദൈവപുത്രനല്ല, ആ മനുഷ്യൻ, ആശാരിയുടെ മകൻ, മറിയയുടെ മകൻ എന്ന് പറഞ്ഞ് ആ സത്യത്തെ അസത്യമാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇവരിൽ വ്യാപരിക്കുന്നത്. എത്ര ഭയങ്കര അപകടമാണ്. അടുത്തത് നമ്മൾ വായിക്കുമ്പോൾ, അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. എല്ലാവരും അവനിൽ വിശ്വസിച്ചാലോ നിത്യജീവൻ പ്രാപിക്കും. അടുത്തത്, റോമാക്കാർ വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അവർ നെഗറ്റീവ് പറഞ്ഞപ്പോൾ അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവൻ നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നുമില്ല എന്ന് പറഞ്ഞു. അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചത് അത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായി ചേർക്കേണ്ടതിന് തന്നെ. നോക്കണേ, അഭിഷേകം പ്രാപിക്കാത്തവൻ പ്രവചിക്കുന്നു, കഠിനഹൃദയൻ പ്രവചിക്കുന്നു, ദൈവത്തെ അറിയാത്തവൻ പ്രവചിക്കുന്നു, മശിഹയെ സ്വീകരിക്കാത്തവൻ പ്രവചിക്കുന്നു. കാരണം അവൻ്റെ ഓഫീസ് അതാണ്, മഹാപുരോഹിതൻ. ആ കാലത്തെ മഹാപുരോഹിതനായതുകൊണ്ട് രക്ഷയെക്കുറിച്ച് ഇവൻ പറയണം. എല്ലാവരും നശിച്ചു പോകാതിരിക്കുകയാണ്, ഒരാൾ മരിക്കണം. അവൻ ഉദ്ദേശിച്ചത് യേശുവിനെ കൊന്നാൽ പിന്നെ ആരും ചീത്തയായി പോകില്ലെന്ന്. എന്നാൽ ഇവൻ പറഞ്ഞതൊരു പ്രോഫസിയായി മാറി. കർത്താവിൻ്റെ ഒരു പരിപാടിയെ ഇവൻ്റെ വായെക്കൊണ്ട് അത് പറയിപ്പിക്കുകയും വേണം, ഇവന് രക്ഷയില്ലാതാനും. അപ്പൊ കർത്താവ് അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അടുത്ത വാക്യം എങ്ങനെയാണ്? അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അന്നു മുതൽ എന്ന് ഒരു പ്രോഫസി വന്നു പുറകെ. ഈ പ്രോഫസി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഒരു പ്രവൃത്തി ഉണ്ടാകും. നല്ല പ്രോഫസിയുടെ പുറകെ നല്ല പ്രവൃത്തി. ഇതൊരു നെഗറ്റീവ് പ്രോഫസിയാണ് പറഞ്ഞത്, എന്നാൽ ദൈവത്തിൻ്റെ ഹിതവുമായിരുന്നു. അത് പറഞ്ഞു അന്ന് മുതൽ. അതായത് ഒരു പ്രവചനം വന്നു കഴിഞ്ഞാൽ പുറകെ അതിൻ്റെ റിസൾട്ടുകൾ വരും. അതിന് തെളിവാണ് നെഗറ്റീവ് പ്രോഫസി, നെഗറ്റീവ് റിസൾട്ട്. അന്നു മുതൽ അവർ ദുഷ്ടത്തരം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. ശരിയായ പ്രവചനമോ നന്മ ചെയ്യാനും വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനും നമ്മളെ ചലിപ്പിക്കുന്ന ഒന്നാണ്. കർത്താവിൻ്റെ വചനം എത്ര വിലയേറിയതാണ്. ഈ മഹാപുരോഹിതന്മാർ അന്ന് മുട്ടുകുത്തിയിരുന്നെങ്കിൽ. എന്നാൽ യേശുവിന് ഏറ്റവും ദ്രോഹം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ നടുവിലോട്ട് യേശു വന്ന് പിറന്നത് തന്നെ. ഹേരോദാവ്, അർക്കലയോസ്, അതുപോലെ പീലാത്തോസ്, ഏറ്റവും ദുഷ്ടൻ, യഹൂദന്മാരുടെ രക്തം തങ്ങളുടെ യാഗങ്ങളിൽ കലർത്തിയ ഒരു ദുഷ്ടൻ.
ഈ മഹാപുരോഹിതന്മാർ ഒരാളല്ല, രണ്ടെണ്ണം, ഹന്നാവും കയ്യഫാവും. മഹാപുരോഹിതന്മാർ ഒരാളെ പാടുള്ളൂ. പക്ഷേ ഇത് അമ്മയ്യപ്പനും മരുമോനും രണ്ടുപേരും മഹാപുരോഹിതന്മാർ. കാരണം ഇതെല്ലാം മായം ചേർത്ത ഒരു നിയമ വലിയായി മാറി. ന്യായപ്രമാണത്തിലാണ് അവർ, എന്നാൽ പ്രമാണത്തിന് വെളിയിലുമാണ്. ഇതെന്ത് വലിയൊരു അപകടമാണ്. ഇത് കേൾക്കുന്ന പലരും അറിയണം, ഇന്ന് നമ്മൾ കാണുന്ന പല മതങ്ങളിൽ നിന്നും പുറത്തു വരാൻ സമയമായി. സത്യത്തിലേക്ക് വരണം. സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവരായിട്ട് നിൽക്കണം. യേശുവിന് വേണ്ടി നിൽക്കണം. ഭൂരിപക്ഷത്തിൻ്റെ കൂടെയല്ല നിൽക്കേണ്ടത്, സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. എന്നാൽ ഇത് മനസ്സിലായാലും പലരും ഈ മഹാപുരോഹിതന്മാരെ പോലെ പെട്ടുകിടക്കുകയാണ്. അവർക്കുള്ള നരകശിക്ഷ മുമ്പേ എഴുതി വച്ചിരിക്കുകയാണ്. ഒരിക്കലും ഒരു ന്യായവിധിയിലേക്ക് പോകരുത്. റോമർ 8 പറയുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷയില്ല. ഇതിനെല്ലാം ശിക്ഷയാണ്, ഈ പുരോഹിതന്മാർക്ക്, ശാസ്ത്രിമാർക്കും എല്ലാം. അപ്പോൾ ആ വലിയ ശിക്ഷാവിധി അവർക്ക് തന്നെ തിന്നുകയും കുടിക്കുകയും ചെയ്തവരാണ്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം, യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശുവാണെന്ന് അറിഞ്ഞ് മഹത്വീകരിച്ച് യേശുവിനെ സ്വീകരിക്കാനും യേശുവിനോട് ചേരാൻ സ്നാനപ്പെടാനും ദൈവം നമുക്ക് കൃപ തന്നു. സ്നാനപ്പെടാത്തവർ, യേശുവിനെ സ്വീകരിക്കാത്തവർ ഇതെന്നെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ വേഗത്തിൽ യേശുവേ എന്ന് പറഞ്ഞ് വിളിക്കുക. അത് എല്ലാവർക്കും കഴിയില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് ഇത് ദൈവശക്തിയാണ്. ഈ മഹാപുരോഹിതന്മാർക്കൊന്നും കിട്ടിയില്ല ഈ ഭാഗ്യം, നമുക്കിത് ലഭിച്ചു. അവരെക്കാൾ എത്രയോ വിശേഷതയുള്ളവരായി നമ്മൾ മാറി. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, നന്ദി പറയാം, പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് ഈ കൃപ തന്നല്ലോ, കൃപയാലല്ലോ ഞങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. ഞങ്ങളുടെ പ്രവൃത്തിയോ മിടുക്കോ കഴിവോ ഒന്നും നോക്കാതെ എനിക്കൊരുവനോട് കരുണ തോന്നണമെന്നുണ്ടെങ്കിൽ കരുണ തോന്നും എന്ന് വായിക്കുന്ന പോലെ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി പിതാവേ നന്ദി. പുത്രൻ്റെ വചനം കേട്ടപ്പോൾ രക്ഷിക്കപ്പെടാൻ ഞങ്ങൾക്കുണ്ടായ കൃപയ്ക്കായി നന്ദി. ഞങ്ങളെങ്കിൽ ആശ്രയിക്കും. ഇത് കേൾക്കുന്ന എല്ലാവരും ഈ രക്ഷയിലേക്ക് വരട്ടെ. ഇതാർക്കും നെഗറ്റീവായി മാറരുത്. ഇത് കേൾക്കുമ്പോൾ ഇതിനോട് വിരോധമായി തോന്നാതെ ഇത് ഈ വചനത്തോട് വിധേയപ്പെടാൻ ഓരോരുത്തർക്കും കൃപയുണ്ടാകണം. സൗഖ്യങ്ങളും വിടുതൽ അവർ പ്രാപിക്കട്ടെ. യേശുവിലൂടെയുള്ള അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ. ആ മനുഷ്യൻ എന്ന് മഹാപുരോഹിതന്മാർ പറഞ്ഞ് അവരുടെ ദൈവത്തെ അവർ മാനിക്കാതിരുന്നത്, കർത്താവെ, ഇത് കേൾക്കുന്ന ഒരാൾക്കത് സംഭവിക്കാം. യേശു ദൈവപുത്രനെന്ന് വിശ്വസിച്ച് യേശുവിലേക്ക് തിരിയുവാൻ എല്ലാവർക്കും കൃപയുണ്ടാകണം. സൗഖ്യവും സമാധാനവും യേശുവിലൂടെയുള്ള വിടുതലുകളും എല്ലാവരും പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് വഴികൾ തുറന്നു വരട്ടെ. ഇന്ന് ഈ വചനങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരും അഭിവൃദ്ധിപ്പെടട്ടെ. കർത്താവിൻ്റെ വേലയിൽ ഒരു ശക്തരായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ തുടർമാനമായിട്ട് കേൾക്കുന്ന ഓരോ വചനങ്ങളും ഇതൊരു തുടർമാനമായ പഠനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും. ഡെയിലി കേൾക്കുന്ന ഒന്നുകൂടി ഒരാവർത്തി കൂടി ഒന്നുകൂടി നിങ്ങൾ കേൾക്കുകയും എഴുതിയെടുക്കുകയൊക്കെ ചെയ്തെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പഠനത്തിലൂടെ വിശ്വാസം സജീവമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.